തലയിലെന്താ തൂവലോ? ദൈവമേ, പക്ഷി പറന്നു വരുന്നു. മക്കളെ ഏതെങ്കിലും പ്രാവിനെ പിടിച്ചു വെച്ചോ തലയിൽ? കൈ നോക്ക തെരിയുമാ? കൈ പാക്ക ഇല്ല. അയ്യോ അറിയണ്ടേ കൈ നോക്കാൻ? ആ മീനൂട്ടിയുടെ കൈ പിടിച്ച് നോക്കിയിട്ട് ഒരു ഫലം പറഞ്ഞു. ഫലം പറഞ്ഞേ. നന്നായി വരും. അത് വേണ്ട കേട്ടാ, നോ പ്രോംപ്റ്റിംഗ്. നല്ല പഠിപ്പിസ്റ്റാണ്. നന്നായിട്ട് പഠിക്കും. മനസ്സിലായില്ലേ? എവിടം വരെ എത്തും? നല്ല ഭാവിയുണ്ട്. നല്ല ഭാവിയുണ്ട്. അപ്പൊ എന്തായി തീരും? ഡോക്ടർ ആവാൻ. രക്തം കണ്ടാ തലകറങ്ങി വീഴുന്നവളാ. കൊതുക് എടുത്ത് ചോരാണ്ട് എനിക്ക് പേടിയാ. ഭിഷഗ്വരയാവോ? ഭിഷഗ്വര അതെന്നതാ? വൈദ്യൻ. സംസ്കൃതം. അങ്ങനെ വലിയ ആളൊന്നും പറ്റത്തില്ല. ഇത്ര നീണ്ട പേര് പറയാൻ എളുപ്പമല്ല. ഭിക്ഷക്കാരിയോ? MG നോക്കണോ? വേണ്ട, ഞാൻ നോക്കി പറയാം. പറ. കൃഷ്ണൻകുട്ടിയുടെ തല വരാൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പറയണോ? ഉറപ്പാണോ? ഞാൻ തുറന്നു പറയും. പറട്ടെ. നീ കൈ കാണണമല്ലോ. ചെല്ല്, കൈ കാണിച്ചു കൊടുക്ക. ഞാൻ തുറന്നു പറയും. ഹരഹരോ ഹരഹര ഷൺമുഖായ നമഃ. ദീർഘായുസ്സാണ്. ഒരുപാട് മനപ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം കാര്യമായിട്ടുള്ള കാര്യമല്ല, എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ. ഇങ്ങനെ ടെൻഷൻ, അവിടെ ടെൻഷൻ, ഇവിടെ ടെൻഷൻ, പിന്നെ ആരെങ്കിലും പറയുന്ന കേട്ടുള്ള ടെൻഷൻ, അങ്ങനെ മിശ്രിതമാണ്. ഒരു ദിവസം നമുക്കൊന്ന് സന്തോഷമായിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മണിയാകുമ്പോ എന്തെങ്കിലും ഒരു ആണോ? ആ ശരി. കല്യാണത്തിന്റെ രേഖ ഒന്നും കാണുന്നില്ല, ആയിട്ടില്ല, തെളിഞ്ഞു വന്നിട്ടില്ല. ബുദ്ധിയുടെ കാര്യത്തില് ഭയങ്കര ബുദ്ധിയാണ്. കൂർമ്മ ബുദ്ധിയാണ്. അതിന്റെ കൂടെ കുറച്ച് വക്ര ബുദ്ധി. ഇതാര് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുകയും അതിന്റെ കൂടെ പോകുന്ന, അതായത് ഒരു ദൃഢനിശ്ചയമില്ലാത്ത ഒരു കൈയാണ്. ആണോ? അധികം നോക്കണ്ട. പഠിത്തത്തിൽ മിടുക്കിയാണ്, കുറച്ചുകൂടെ ശ്രദ്ധ വേണം കേട്ടോ എന്നാണ് കൈരേഖ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കയ്യിൽ കണ്ട കാര്യങ്ങൾ. മീനൂട്ടി ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന കേട്ടോ ഇങ്ങനെ. ഇതെങ്ങനെ എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. ഏത് പാട്ടാ? ചുവപ്പ് കല്ല് മൂക്കുത്തി. അങ്ങ് അറ്റത്ത് ഒരു വലിയ കല്ല് മൂക്കുത്തി ഇരിപ്പുണ്ട്. ഞാൻ മൂക്കുത്തിട്ടില്ല. പക്ഷെ മറന്നാണോ? ശരി, മൂക്കൂത്തിയുടെ പാട്ട് പാടാൻ വന്നിട്ട് കുഞ്ഞുന്തി മൂക്കൂത്തിയുടെ കച്ചവടക്കാരിയാണ്.